നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ മേടത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു കലാകാരനായി മാറുവാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ സ്ത്രീകളിൽ താല്പര്യം കൂടുതലുണ്ടാകുവാനും സ്ത്രീകൾ മൂലം പണനഷ്ടവും മാനഹാനിയും ഒക്കെ ഉണ്ടാകുവാനും സാധ്യത കാണുന്നുണ്ട്. കൂടാതെ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കങ്ങൾ, സുഖഹാനി, മനഃശാന്തിക്കുറവ് എന്നിവയൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം. എന്നാൽ ഇവർക്ക് കാര്യശേഷി കൂടുതലായിരിക്കും. എന്ത് കാര്യത്തിനും മുൻപിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സ്വഭാവമായിരിക്കും ഇത്തരക്കാർക്ക് ഉള്ളത്. ജാതകത്തിൽ ശുക്രൻ ഇടവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ തൊഴിൽ വിജയം ഉണ്ടാവുന്നതാണ്. ധനനേട്ടം ഉണ്ടാവുന്നതാണ്. സർവ്വസുഖഭാഗ്യം നേടുവാൻ കഴിയുന്നതാണ്. ഗവൺമെൻറ് സംബന്ധമായ വിഷയങ്ങളിൽ ഇവർക്ക് വിജയം ഉണ്ടാവുന്നതാണ്. കലകളിൽ താല്പര്യം ഉണ്ടാവും. ആരോഗ്യ കൂടുതൽ ഉള്ളവരായിരിക്കും ഇവർ. നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും. കീർത്തിയും പ്രശസ്തിയും ഒക്കെ നേടുവാൻ കഴിയുന്നവരാണ് ഇടവത്തിൽ ശുക്രൻ ജാതകത്തിൽ നിൽക്കുന്നവർ. ശുക്രൻ മിഥുനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇവർക്ക് ഭൂമി ലാഭം ഉണ്ടാവുന്നതാണ്. ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ ധനനേട്ടവും ഉണ്ടാവുന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള താല്പര്യം ഇവരിൽ കൂടുതൽ കണ്ടുവരുന്നുണ്ട്. ഉന്നത പദവി നേടുവാൻ കഴിയുന്നതും സർക്കാർ ജോലികളൊക്കെ കിട്ടുവാൻ സാധ്യതയുള്ളതുമാണ്. നല്ലതുപോലെ സംസാരിക്കുവാനും സംസാരിച്ച് ആളെ കയ്യിലെടുക്കുവാനും ഉള്ള കഴിവ് ഇവർക്ക് ഉണ്ടാവുന്നതാണ്. ശുക്രൻ കർക്കിടകൻ രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വന്തമായി ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് മാറ്റി പറയുന്ന സ്വഭാവവും ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. മനോദുഃഖം ഇവർക്കിൽ കണ്ടുവരുന്നുണ്ട്. മറ്റുള്ളവരിൽ നിന്നും ഗുണാനുഭവങ്ങൾ നേടിയെടുക്കുവാൻ കഴിയുന്നതാണ്. പൊതുവെ അഹങ്കാര സ്വഭാവം ഉള്ളവരായിരിക്കും. സന്താന ഭാഗ്യവും ധനനേട്ടവും ഒക്കെ ഇവർക്ക് ഉണ്ടാകും. ശുക്രൻ ചിങ്ങത്തിലാണ് വരുന്നതെങ്കിൽ ഇവർക്ക് കുടുംബജീവിത സൗഖ്യം ഉണ്ടാവുന്നതാണ്. ഭാവിയിലേക്കുള്ള ഒരു ദീർഘവീക്ഷണം വെച്ച് പുലർത്തുന്നവരാണ് ഇവർ. ശത്രുക്കളെ ജയിക്കുന്നതും വ്യവഹാര വിജയം നേടുന്നതും ഒക്കെ ആയിരിക്കും. നല്ല ഭാര്യ അല്ലെങ്കിൽ നല്ല ഭർത്താവിനെ ഇവർക്ക് കിട്ടുന്നതാണ്. സ്ത്രീകൾ മൂലം ധനനേട്ടം പുരുഷന്മാർക്ക് ഉണ്ടാവുന്നതാണ്. വിവാഹശേഷം ഇവർ ഉന്നതിയിൽ എത്തുന്നതാണ്. ജാതകത്തിൽ ശുക്രൻ കന്യയിലാണെങ്കിൽ അന്യജനങ്ങളിൽ നിന്നും ഇവർക്ക് ദോഷാനുഭവങ്ങൾ ഉണ്ടാവുന്നതാണ്. സംസാരം മൂലം ഇവർക്ക് ദോഷം വരുത്തുന്ന പല അനുഭവങ്ങളും വന്നു ചേരുന്നതാണ്. മാനഹാനി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. ഭാര്യാസുഖഹാനിയും ഇവർക്ക് ചിലപ്പോൾ ഉണ്ടായേക്കാം. കുടുംബകലഹവും ഉണ്ടാവുന്നതാണ്. ശത്രുഭയം, അന്യസ്ത്രീ ബന്ധം അല്ലെങ്കിൽ അന്യപുരുഷ ബന്ധം എന്നിവയൊക്കെ ഇവരിൽ ഉണ്ടായെന്ന് വരാം. സഞ്ചാരശീലം ഉള്ളവരാണ് ഇവർ. ജീവിതം പൊതുവെ അത്ര ഗുണകരമായി കൊള്ളണമെന്നില്ല. ശുക്രൻ തുലാം രാശിയിലാണ് വരുന്നതെങ്കിൽ തൊഴിലിൽ വിജയം നേടുന്നതാണ്. സഞ്ചാരശീലം ഉള്ളവരായിരിക്കും. കാര്യശേഷിയുള്ളവരായിരിക്കും ഇവർ. ഇവർക്ക് നല്ല സന്താനങ്ങളെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സന്താനങ്ങൾ കൊണ്ട് നേട്ടവും ഉണ്ടാകുന്നതാണ്. ജാതകത്തിൽ ശുക്രൻ വൃശ്ചിക രാശിയിലാണ് ഉള്ളതെങ്കിൽ കലകളിൽ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. കാര്യശേഷി കൂടുതലുള്ളതായിരിക്കും. പൊതുവെ അഹങ്കാരം വെച്ച് പുലർത്തുന്ന ശീലമാണ് ഇവർക്ക് ഉണ്ടാവുക. എപ്പോഴും ഒരു ദുഃഖം, ഒരു സ്ഥായിയായ ദുഃഖം ഇവരിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അന്യ സ്ത്രീ ബന്ധം ചിലപ്പോൾ ഇവരിൽ കണ്ടുവരാം. സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ഇവർ പ്രവർത്തിക്കുകയുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാൻ മനസ്സ് ഉള്ളവരായിക്കൊള്ളണമെന്നില്ല. ശുക്രൻ ധനുവിൽ നിന്നാൽ എന്തിനേയും നേരിടുവാനുള്ള ചങ്കൂറ്റം ഇവരിൽ കണ്ടുവരാറുണ്ട്. എവിടെയും ഇവർ എന്തിനു വേണ്ടിയും ഇറങ്ങി പുറപ്പെടുന്ന ഒരു പ്രകൃതമാണ്. മാന്യത വെച്ച് പുലർത്തുന്നവരായിരിക്കും. ധനനേട്ടവും കുടുംബസുഖവും ഭാര്യാസുഖവും ഒക്കെ ഇവർക്ക് ഉണ്ടാവാം. സന്താനസുഖവും ഉണ്ടാകാം. അതേപോലെ തന്നെ ദാനശീലം വെച്ച് പുലർത്തുന്നവരാണ്. ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം ഉള്ളവരായിരിക്കും. നല്ല കുടുംബം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവർ. അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ചുകൊണ്ടേയിരിക്കും. ശുക്രൻ മകര രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ ആരോഗ്യമുള്ള ദൃഢമായ ശരീരമായിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ധനനാശം സംഭവിച്ചേക്കാം. വിദ്യയിൽ ഉന്നതി നേടുന്നതാണ്.
സ്വയം പുകഴ്ത്തിപ്പറയുന്ന സ്വഭാവമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. പരസ്ത്രീ ബന്ധം ഉണ്ടായെന്നും വരാം. ചിലർ അധികാരമോഹികളായിരിക്കും. അതുകൊണ്ട് തന്നെ പല കുഴപ്പങ്ങളിലും ചെന്ന് ചാടി എന്നും വരാം. കുംഭൻ രാശിയിലാണ് ശുക്രൻ നിൽക്കുന്നതെങ്കിൽ ജനങ്ങൾ ഇവരെ ഏറെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. നല്ല പെരുമാറ്റവും നല്ല ശീലവും ജനങ്ങൾ ഇവരെ ഇഷ്ടപ്പെടുവാൻ കാരണമാകുന്നുണ്ട്. ദാനധർമ്മങ്ങളിൽ താല്പര്യമുള്ളവരായി പരോപകാര താല്പര്യം ഉള്ളവരും ആണ്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നല്ല സ്വഭാവ സവിശേഷതകൾ ഉള്ളവരാണ് ഇവർ. മീനത്തിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ, മീനൻ രാശിയിലാണ് നിങ്ങളുടെ ജാതകത്തിൽ ശുക്രൻ എങ്കിൽ നല്ല വിദ്യാഭ്യാസമുള്ളവരായിരിക്കും. സർക്കാർ ജോലി നേടിയെന്നും വരാം. എല്ലാ കാര്യത്തിലും കുറച്ചെങ്കിലും അറിവുള്ളവരായിരിക്കും. ധനലാഭം ഉള്ളവരും കുടുംബജനങ്ങളുമായി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരുമായിരിക്കും. മറ്റുള്ളവരെ കുടുംബാംഗങ്ങളുമായി തർക്കത്തിൽ ഏർപ്പെടുന്ന ശീലം ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല. പല രീതിയിലുള്ള ഭാഗ്യങ്ങൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നു ചേർന്നുകൊണ്ടേയിരിക്കും. നേതൃത്വ പാഠവും ഉള്ളവരും നല്ല ഭാര്യ അല്ലെ ഭർത്താവിനെ ലഭിക്കുന്നവരും ആയിരിക്കും. എല്ലാ രീതിയിലും സന്തോഷത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ജീവിതമാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക.